ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ സാമ്പത്തിക തട്ടിപ്പ് ഓരോ ദിവസം കഴിയുന്തോറും റോബിൻ കൂടുതൽ എക്സ്പോസർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇവർ നാട് നീളെ കടുണ്ടാക്കി വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ മുന്നിൽ ലക്ഷറി ലൈഫ് നയിച്ചത് എന്നുള്ളതാണ് സത്യം. അതിന് പ്രൂഫ് സഹിതം കഴിഞ്ഞ ദിവസങ്ങളിൽ വേദലക്ഷ്മിയും അതുപോലെ തന്നെ റോബിന് പണം കൊടുത്ത് സഹായിച്ച അബിൽ ദേവും പുറത്തുവിടുന്നുണ്ട്. അതുകൂടാതെ ഈ വിഷയത്തിൽ നിലവിൽ ആരതി പൊടിയും ഒരു പ്രതികരണവുമായി ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ മുട്ടൻ കോമഡിയാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് റോബിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള വേദലക്ഷ്മി റോബിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ വീഡിയോ? റോബിൻ എന്റെ സുഹൃത്തായിട്ടുള്ള അബിൽ ദേവിൽ നിന്നും 40 ലക്ഷത്തോളം രൂപ കടം വാങ്ങി പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു റോബിനെതിരെ അന്ന് വേദലക്ഷ്മി ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. നമ്മളടക്കം വന്നതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ റോബിൻ ചെയ്ത പരിപാടി എന്താണ്? ഈ പറയുന്ന വേദലക്ഷ്മിക്കെതിരെയും അബിൽ ദേവിനെതിരെയും ഒരു പ്രസ് മീറ്റ് വിളിച്ചു. ആ പ്രസ് മീറ്റിൽ വെച്ച് എന്തൊക്കെയോ പുള്ളിക്കാരൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ പിന്നെ സംഭവിച്ച കാര്യം എന്താണ്? ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി വേദലക്ഷ്മിയും അബിൽ ദേവും കൂടി ഒരു പ്രസ് മീറ്റ് വിളിച്ചു. ആ പ്രസ് മീറ്റിൽ റോബിനെതിരെയുള്ള സകല തെളിവുകളും പുറത്തുവിടുമെന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. എറണാകുളം പ്രസ് ക്ലബ്ബിലായിരുന്നു ഇവർ പ്രസ് മീറ്റ് വിളിച്ചത്. എന്തായാലും ആ പ്രസ് മീറ്റ് നടന്നാൽ താൻ അടപടലം മൂഞ്ചുമെന്ന് മനസ്സിലാക്കിയ റോബിൻ എന്താക്കി? ആ പ്രസ് മീറ്റ് അലമ്പാക്കാൻ വേണ്ടി ചില പരിപാടികൾ ഒപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ, മൂപ്പര് ആ പ്രസ് മീറ്റ് നടക്കുന്ന ദിവസം കുറച്ച് പേപ്പർ കെട്ടുകളുമായി പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലത്തെത്തി. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ആ പ്രസ് മീറ്റ് അലമ്പാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോഴുള്ള റോബിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം ആ പ്രസ് മീറ്റ് അലമ്പായി കഴിഞ്ഞാണെങ്കിൽ തന്റെ ഉടായ്പ പുറത്തു വരത്തില്ല. അതുവഴി റോബിന് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. അത് മുൻകൂട്ടി കണ്ടാണ് റോബിൻ കുറച്ച് പേപ്പർ കെട്ടുകളുമായി പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലത്തെത്തിയത്. പക്ഷെ അബിൽ ദേവും വേദലക്ഷ്മിയും ആരാ മക്കള്? റോബിന് കള്ളനാണെങ്കിൽ ആ കള്ളന് കഞ്ഞി വെച്ച ആൾക്കാരാണല്ലോ ഈ പറയുന്ന അബിൽ ദേവും വേദലക്ഷ്മിയും. ഇവരെന്താക്കി നൈസായിട്ട് പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലം കണ്ട് മാറ്റി. കാരണം ഇവർക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് റോബിൻ വരുമെന്നും പ്രസ് മീറ്റ് അലമ്പാക്കാൻ ശ്രമിക്കുമെന്നുള്ളത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇവർ പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലം മാറ്റി എന്നുള്ളതാണ്. എന്തായാലും ഇവർ പ്രസ് മീറ്റ് നടക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയതിനു ശേഷം മൊയിന്തായിട്ട് റോബിൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. ഓക്കെ, എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 12-ാം തീയതി രാവിലെ 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എറണാകുളം പ്രസ് ക്ലബ്ബിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് പേര് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വരുന്ന രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വെച്ചിട്ടില്ലെന്നാണ് ഇവരെല്ലാം പറയുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ ഇല്ല. ഇപ്പോൾ കുറച്ച് മീഡിയക്കാരെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇന്ന് ഓഗസ്റ്റ് 12-ാം തീയതി രാവിലെ 11 മണി വെച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ ഉള്ള തെളിവുകളും കാര്യങ്ങളും എല്ലാം കൂടെ കൊണ്ടാണ് വന്നത്. അപ്പം ഇനി അടുത്ത പ്രസ് മീറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും അവിടെയും വരുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഭാഗം പ്രൂവ് ചെയ്തില്ല പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ കാത്തിരുന്നു. അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നിനക്ക് അവിടെ നിന്ന് അലുമ്പുണ്ടാക്കാൻ അല്ലേ? എന്തായാലും ഇവന്റെ കയ്യിലുള്ള പേപ്പർ കട്ട് കണ്ടിട്ട് ആരും അതിശയിക്കേണ്ട കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലേ. ഇവരെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് ബാണ്ട് കെട്ടുമായിട്ട് ഇറങ്ങിയതാണ്. കയ്യിൽ കുറെ ബാണ്ട് കെട്ട് കാണുന്ന സമയത്ത് എന്തോ സംഭവമാണെന്ന് ആൾക്കാർ വിചാരിക്കുമല്ലോ. അതിനുവേണ്ടി ഇവന് കുറച്ച് പേപ്പർ എടുത്ത് ഇറങ്ങിയതാണ്. ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള റോബിന്റെ തന്ത്രങ്ങളാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? എന്തായാലും ഇവര് റോബിനെ പറ്റിച്ചുകൊണ്ട് പറഞ്ഞ തീയതിക്ക് തന്നെ പറഞ്ഞ സ്ഥലത്ത് വെക്കാതെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പ്രസ് മീറ്റ് നടത്തി. അതിൽ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും റോബിനെതിരെയുള്ള സകല തെളിവുകളും പുറത്തു വിടുന്നുണ്ട്. അത് കണ്ടിട്ടുണ്ടല്ലോ മക്കളെ, ചിരിച്ചു ഉപ്പാടലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആക്ച്വലി റോബിൻ ആളുകളെ പറ്റിക്കാൻ എത്രത്തോളം ക്ലെവർ ആണെന്നുള്ളത് ഇവർ പുറത്തുവിട്ട തെളിവുകൾ മാത്രം കണ്ടാൽ മതി. ആൾക്കാരെ പറ്റിക്കാനുള്ള റോബിന്റെ കഴിവ് എത്രത്തോളം ആണെന്നുള്ളത് അത് കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവന് ശരിക്കുള്ള കഴിവ് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇപ്പൊ ഒരാളെ കയ്യിൽ നിന്നും ഒരു ഡേറ്റിന് പൈസ തരാമെന്ന് പറഞ്ഞ് കടം വാങ്ങി കഴിഞ്ഞാണെങ്കിൽ ആ പറഞ്ഞ ഡേറ്റിനൊന്നും ഇവന് പണം തിരിച്ചു കൊടുക്കില്ല. പക്ഷെ ആ പണം തിരിച്ചു കൊടുക്കാത്ത അതേ വ്യക്തിയിൽ നിന്നും വീണ്ടും ഇവന് കടം വാങ്ങിക്കാനുള്ള കഴിവുണ്ട്. അത് തുടർന്ന് അങ്ങോട്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ, ഇവൻ ഒരാളെടുത്ത് നിന്നും 4 ലക്ഷം രൂപ 10 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കടം വാങ്ങിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ 10 ദിവസം കൊണ്ട് ആ പണം തിരിച്ചു കൊടുക്കില്ലെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ അതേ വ്യക്തിയിൽ നിന്നും കൂടുതൽ പണം വാങ്ങിക്കുകയും ചെയ്യും. ഇതാണ് ഇവന്റെ കഴിവെന്ന് പറയുന്നത്. ഇവൻ എത്രത്തോളം ആൾക്കാരെ പറ്റിക്കുന്ന വിഷയത്തിൽ ക്ലെവർ ആൻഡ് കണ്ണിങ് ആണെന്ന് നോക്കിക്കേ. എന്തായാലും ഇവിടെ അബിൽ ദേവ് ചെയ്ത ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, 3-4 തവണ റോബിന് പൈസ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന അബിൽ ദേവ്. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ എല്ലാം അബിൽ ദേവ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, പൈസ കൊടുക്കുന്നതെല്ലാം ഒരു റെക്കോർഡാക്കി സൂക്ഷിച്ചു എന്നുള്ളതാണ്. റെക്കോർഡ് മീൻസ് റോബിനെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കും. ഞാൻ അബിൽ ദേവിൽ നിന്നും പൈസ വാങ്ങിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് റോബിനെ കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യിപ്പിച്ച ഒരു വീഡിയോ പ്രസ് മീറ്റിൽ വെച്ച് അബിൽ ദേവ് കാണിക്കുന്നുണ്ട്. ഞാൻ അന്ന് ഇവിടെ കാണിച്ചു തരാം. ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഇന്ന് 18/12/2025 ഞായറാഴ്ച, സമയം 7 മണിയാവാൻ പോകുന്ന വൈകുന്നേരം. അപ്പൊ എനിക്കൊരു 4 ലക്ഷം രൂപ എമർജൻസി ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അഭിപ്രോവിന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങാൻ പോവുകയാണ്. നാളെ, അതായത് 19/12/2025 ഫ്രൈഡേ രാത്രി 10 മണിയാകുമ്പം 4,20,000 രൂപയായിട്ട് ഞാനിത് തിരിച്ചു കൊടുത്തിരിക്കും, അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നാളെ രാത്രി 10 മണിയാകുമ്പോൾ ഈ 4,20,000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഈ
ഓക്കെ, കേട്ടല്ലോ. നിങ്ങൾ ഇവിടെ ഡേറ്റ് ശ്രദ്ധിക്കണം. ഡേറ്റിലാണ് ഫുൾ കളികൾ മക്കളെ. ഇവിടെ ഡേറ്റ് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവന്റെ ഉടായ്പകൾ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇവിടെ ആക്ച്വലി റോബിൻ പറയുന്നത് എന്താണ്? 18/12/2025 4 ലക്ഷം രൂപ ഞാൻ അബിൽ ബ്രോയിൽ നിന്നും കടം വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അല്ലേ. പക്ഷെ അതേ പൈസ തന്നെ 19/12/2025 ആകുമ്പോൾ 4.25 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കുമെന്നാണ് റോബിൻ പറയുന്നത്. അപ്പൊ എന്റെ ഡൗട്ട് അതല്ല, 4 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് 4.25 ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു പലിശ ഇടപാടല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം കടം വാങ്ങിക്കുന്ന ഒരാൾ 4 ലക്ഷം രൂപ വാങ്ങിച്ചു കഴിഞ്ഞാണെങ്കിൽ 4 ലക്ഷം രൂപ മാത്രമല്ല അങ്ങോട്ട് തിരിച്ചു കൊടുക്കത്തുള്ളൂ. 4.25 ലക്ഷം രൂപ ആയിട്ട് തിരിച്ചു കൊടുക്കൂലല്ലോ. അങ്ങനെ 4.25 ആയിട്ട് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പലിശ ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അവിടെ അബിൽ ദേവ് കടം കൊടുത്ത് റോബിനെ സഹായിച്ചു എന്ന് പറയാൻ പറ്റൂല. പലിശക്ക് വേണ്ടി പൈസ കൊടുത്തു, 7% നിരക്കിൽ പൈസ കൊടുത്തു. നമ്മുടെ നാട്ടിലെ വട്ടി പലിശക്കാർക്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ. അങ്ങനെ നോക്കുന്ന സമയത്ത് അബിൽ ദേവ് ഒരു ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടാണ് റോബിനെ സഹായിച്ചിട്ടുള്ളത്, അല്ലാതെ സുഹൃത്ത് എന്ന നിലയിൽ പൈസ കടം കൊടുത്തതൊന്നുമല്ല. അല്ല, പൊതുവെ വേദലക്ഷ്മിയും അബിൽ ദേവും പലയിടത്തും പറയുന്നത് റോബിന് പൈസ സുഹൃത്ത് എന്ന നിലയിൽ കടം കൊടുത്ത് സഹായിച്ചു എന്നൊക്കെയാണ്. ആക്ച്വലി ഇത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇവര് പലിശക്ക് പൈസ കൊടുത്ത പോലെയാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. ഇനിയിപ്പോ എന്ത് തന്നെയായാലും പലിശക്കായാലും കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ കൂടിയും പറഞ്ഞ സമയത്ത് പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് റോബിന് ഉത്തരവാദിത്തമാണ് അല്ലേ. പക്ഷെ റോബിൻ അത് ചെയ്തില്ല എന്നുള്ളതാണ്. 2025 ഡിസംബർ 19 പൈസ തിരിച്ചു തരാമെന്ന് പറഞ്ഞ അതേ റോബിൻ തന്നെ 2025 ഡിസംബർ 30 ആയപ്പോണ്ട് അബിൽ ദേവിനൊപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ ആദർശൻ. സോ ഇത് അബിൽ ബ്രോ ആണ്. സോ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് അബിൽ ബ്രോയിന്റെ പെരുമ്പാവൂരുള്ള വില്ലയിലാണ്. ഇന്ന് ഡിസംബർ 30, 2025 ആണ്. സോ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു 2025 വർഷത്തില് അബിൽ ബ്രോ പലതവണ എനിക്ക് പല രീതിയിൽ ഫിനാൻഷ്യലി ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതില് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് 36,70,75,000 രൂപ ഇനി അബിൽ ബ്രോന് കൊടുക്കാറുണ്ട്. ബെസ്റ്റ് ഇപ്പൊ എങ്ങനെ ഇരിക്കണം? 36 ലക്ഷം രൂപ മൊത്തത്തിൽ ഈ പറഞ്ഞ റോബിന് അബിൽ ബ്രോക്ക് കൊടുക്കാനുണ്ട്. ഇത് ഡേറ്റ് എപ്പോഴാണ്? 30/12/2025. ഇവിടെ ഡേറ്റ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവത്തുള്ളൂ. ഇവിടെ തൊട്ട് മുമ്പ് നമ്മൾ പ്ലേ ചെയ്യിപ്പിച്ച വീഡിയോയിൽ വിച്ച് മീൻ 18-ാം തീയതി റോബിൻ ചെയ്ത വീഡിയോയിൽ റോബിൻ പറയുന്നത് എന്താണ്? അർജന്റ് ആയിട്ട് 4 ലക്ഷം രൂപ വേണം, അടുത്ത ദിവസം തന്നെ 4.25 തിരിച്ചു തരാമെന്നൊക്കെയാണ് അല്ലേ. അതേ ആളാണ് 30-ാം തീയതി ആയപ്പോൾ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് 36 ലക്ഷം രൂപ ഞാൻ ടോട്ടൽ ഈ പറയുന്ന അബിൽ ബ്രോക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് പോലും. എനിക്കിവിടെ തോന്നുന്നത് ഒരു പലിശ ഇടപാടായതുകൊണ്ട് തന്നെ അബിൽ ബ്രോ റോബിന് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ 25-26 ലക്ഷം രൂപ ആയിരിക്കും. അത് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാതെ അതിനെ പലിശ കൂടി ആയിരിക്കണം 36 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ റോബിൻ പറഞ്ഞത്. എന്തായാലും ബാക്കിയുടെ ഇട്ടോക്കാം. സോ ഞാൻ ഈ വരുന്ന ജനുവരി 31, 2026 വരെ സമയം ചോദിച്ചിട്ടുണ്ട്. സോ അപ്പം ഓൺ ഓർ ബിഫോർ ജനുവരി 31, 2026 ഞാൻ ഈ പറഞ്ഞ 36,70,75,000 രൂപ അബിൽ ബ്രോന് കൊടുക്കുന്നതാണ്. സോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എന്താ പറയുക, ഫോർമലി ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് പ്രാവശ്യം ഫണ്ട് തന്ന് സഹായിച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇത് ഒരു ലെറ്റർ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നേ ദിവസം എഴുതിയിട്ടുണ്ട്. സോ സൂം ചെയ്ത് ഇതിൽ കാണാൻ പറ്റും, ഞാൻ അത് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ജനുവരി 31, 2026 അതായത് നമ്മൾ അക്കൗണ്ട് ത്രൂ ബൈ ഹാൻഡും എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യുക, അത് നമ്മൾ ആ ഒരു എമൗണ്ട് റോബിൻ സമ്മതിച്ച് തരാണ്. ഒരു സെറ്റിൽമെന്റ് ഡീൽസ് പോലൊരു കാര്യമാണ്. അപ്പൊ താങ്ക് യു റോബിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, 2026 ജനുവരി 30 ആകുമ്പോഴേക്കും തരാനുള്ള 36 ലക്ഷം രൂപ മുഴുവനും തിരിച്ചു തരുമെന്നുള്ളതാണ് റോബിൻ പറയുന്നത് അല്ലേ. പക്ഷെ ഇവിടെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ പൈസയും റോബിന് കൃത്യസമയത്ത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതോടെ സ്വാഭാവികമായിട്ടും പലിശ കൂടാൻ തുടങ്ങും. സ്വാഭാവികമാണത്. എന്തായാലും അതിനുശേഷം പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും റോബിൻ അബിൽ ദേവിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഓൾറെഡി 36 ലക്ഷം രൂപ അബിൽ ദേവിന് ഈ പറയുന്ന റോബിൻ കൊടുക്കാനുണ്ട്. അതുകൂടാതെ പിന്നെയും ഇതേ വ്യക്തിയിൽ നിന്ന് വീണ്ടും പണം വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇവനൊരു ബ്രില്യൻസ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എനിക്കൊക്കെ ആണെങ്കിൽ ₹1 ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ പിന്നെ ആ ₹1 തിരിച്ചു കൊടുക്കാതെ അയാളുടെ പൈസ ചോദിക്കാൻ ഭയങ്കര പേടിയാണ്, മടിയാണ്. ഇവൻ ആ മടിയും പേടിയൊന്നും ഇല്ല എന്നുള്ളതാണ്. തിരിച്ചു കൊടുക്കാനുള്ളവന്റെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റോബിൻ ചേട്ടൻ. എന്തായാലും 2026 ജനുവരി 31 ആയപ്പോഴേക്കും റോബിൻ പറഞ്ഞ പൈസ കൊടുത്തില്ല. അതിനുശേഷം പല ആവശ്യങ്ങൾക്ക് വീണ്ടും പണം വാങ്ങിച്ചു. അതോടെ അബിൽ ദേവിന് റോബിന് കൊടുക്കാനുള്ള പണം 2026 ഏപ്രിൽ ആയപ്പോഴേക്കും 36 ലക്ഷത്തിൽ നിന്ന് 48 ലക്ഷത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു ഏപ്രിലിൽ മെയ് ആകുമ്പോഴേക്കും ആ പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും കൂടെ ഒന്ന് കണ്ടുനോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ ആദർശൻ. അബിൽ ബ്രോ ആണ്. ഇന്ന് ഏപ്രിൽ 28, 2026 ആണ്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അബിൽ ബ്രോന്റെ കയ്യിൽ നിന്നും ക്യാഷ് ആയിട്ട് അക്കൗണ്ട് വഴി ഞാൻ ഓൾമോസ്റ്റ് ഒരു 45 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാലൻസ് അല്ല, അതിൽ കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാലൻസ് വന്നിട്ട് 45 ലക്ഷം രൂപ ഉണ്ട്.
ഓക്കെ, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? ഞാൻ അവിൽ ബ്രോയുടെ കയ്യിൽ നിന്ന് 48 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് റോബിന് പറയുന്ന സമയത്ത് അവിൽ ബ്രോ ഇവിടെ തിരുത്തി കൊടുക്കുന്നുണ്ട്. വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നല്ല, ബാലൻസ് ഉണ്ട് എന്നുള്ള രീതി. സോ അങ്ങനെ തിരുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവിൽ ബ്രോ കടമായി റോബിന് കൊടുത്ത പൈസ ആയിരിക്കില്ല, പലിശ ഇടപാടിൽ കൊടുത്ത പൈസ ആയിരിക്കണം. കാരണം കടം കൊടുത്ത പൈസ ആണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച പൈസ തന്നെ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് റോബിൻ 48 ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ബാലൻസ് ഉണ്ട് എന്ന് തിരുത്തി കൊടുക്കേണ്ട ആവശ്യം അവിൽ ബ്രോനില്ല. അങ്ങനെ തിരുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പലിശ ഇടപാടിൽ വന്ന പണമായിരിക്കണം. സോ ഇതിൽ നിന്ന് ഇവിടെ ഒരു പലിശന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇടയിൽ കൂടെ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും ബാക്കിയുടെ കേട്ടോ. സോ അത് നമ്മളൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഈ എമൗണ്ടിന്റെ 5 ലക്ഷം രൂപ വന്നിട്ട് മെയ് 5 2026 പുള്ളിക്കാൻ അത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ബാലൻസ് ഉള്ള 40 ലക്ഷം രൂപ മെയ് 20 40 ലക്ഷം രൂപ പുള്ളിക്കാൻ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ച ആ ഒരു ഡീല് ക്ലോസ് ചെയ്യാണ്. ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. അപ്പം അപ്പം ഹാപ്പി ആയിട്ട് ഇത് കഴിഞ്ഞ നിമിഷം ഇത് 20 എന്നുള്ളൊരു ഉറപ്പിലാണ് നമ്മൾ ഈ വീഡിയോ കൂടി എടുക്കുന്ന റോബിനുള്ളത് പറയാനുള്ളത്. 20th ഇത് തീരും. നല്ല രീതിയിലുള്ള നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു വേറെ പ്രശ്നങ്ങളും ഇല്ല. ഇത് തീരാണ്. അത് ആ രീതിയിലേക്ക് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നിർത്തിക്കും. എന്തൊരവസ്ഥ ആണ് നോക്കിക്കേ. 2025 ഡിസംബറിൽ 36 ലക്ഷം രൂപയെന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ അത് 2026 ഏപ്രിൽ എത്തിപ്പോയിക്കും അത് 48 ലക്ഷം രൂപയിലേക്ക് എത്തി. എന്തായാലും മെയ് ഫസ്റ്റ് വീക്കിൽ 5 ലക്ഷം രൂപയും ബാക്കി പണം പിന്നീട് അടിച്ചു തീർക്കാമെന്നൊക്കെയാണ് റോബിൻ പറയുന്നത് അല്ലെ. അതിൽ റോബിൻ പറഞ്ഞ പോലെ തന്നെ മെയ് ഫസ്റ്റ് വീക്കിൽ 5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ ബാക്കിയുള്ള പണം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂണിൽ തരാം എന്നുള്ള രീതിയിൽ അടുത്തൊരു വീഡിയോ കൂടി റോബിന് ഈ പറയുന്ന അബിൽ ബ്രോന്റെ കൂടി ഇരുന്ന് ചെയ്യുന്നുണ്ട്. നമ്മൾ തരാമെന്ന് കേട്ടോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സുവിധ അബിൽ ബ്രോ ആണ്. ഇന്ന് മെയ് 18 ആണ്. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20 പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതില് ഈ വരുന്ന മെയ് 28 അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5 അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10 അന്ന് 5 ലക്ഷം രൂപ. അപ്പൊ ടോട്ടല് 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ജൂൺ 15 അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോട് കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പൊ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അതിനുവേണ്ടി ഒരു എന്താ പറയാ എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, മെയിൽ പൈസ മുഴുവൻ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ജൂണിലേക്ക് എത്തി എന്നുള്ളതാണ്. എന്തായാലും ജൂണായിട്ടും റോബിൻ പൈസ തിരിച്ചു തരാത്തതോടെയാണ് ഇവർ പ്രസ് മീറ്റ് വിളിച്ച് റോബിൻ എക്സ്പോസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും താൻ എക്സ്പോസർ ആയ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ റോബിൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഒരു ലൈവ് വീഡിയോ ചെയ്തു. അതാണെങ്കിൽ അതിനേക്കാളും മുട്ടൻ കോമഡിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കി. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നതിന്റെ ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടല് മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അത് ശരി, ഇപ്പൊ 42 ലക്ഷം റുപ്യയിലേക്ക് എത്തിയോ? നേരത്തെ കാണിച്ച വീഡിയോകൾ അങ്ങനെ ഇല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. 45 48 അങ്ങനെ എന്തായിരുന്നല്ലോ കൊടുക്കാനുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. ഇപ്പൊ 42ലേക്ക് കുറഞ്ഞു. എന്താ റോബിനെ, ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അതായത് 42,53,500 rupees എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 rupees ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. ഉളുപ്പുണ്ടോന്ന് ചോദിക്കുന്നില്ല, അതില്ലെന്നറിയാം. ഇത്രയൊക്കെ ഉടായ്പ കാണിച്ചിട്ടും 69,000 രൂപ എനിക്ക് അവർ തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ടെന്ന് പറയാൻ കാണിച്ച റോബിനെ മനസ്സുകളാരും കാണാണ്ട് പോയിരുന്നു. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ റോബിനെ. എന്തായാലും ഇതിനെല്ലാം പിന്നാലെ റോബിനെ പൊളിച്ചടക്കിക്കൊണ്ടുള്ള പല സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഒക്കെ വേദലക്ഷ്മി പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ അതെല്ലാം കൂടി എടുത്തിട്ട് കാണിച്ചിട്ട് വീണ്ടും കണ്ടന്റ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. വളരെ ഷോർട്ടായിട്ട് ക്രിസ്പൻ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇനി ഇവരുടെ സാമ്പത്തിക ഇടപാടിൽ റോബിന്റെ ഭാര്യയായിട്ടുള്ള ആരതി പൊടിയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് അബിൽ ദേവ് പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് നോക്കാം. 1 രാവിലെ സൂം ചെയ്യും.
ഒന്നാം തീയതി രാവിലെ 31 പരാതി കൊടുത്തതിന് ശേഷം 1-ാം തീയതി രാവിലത്തെ ചാറ്റ്, ഇങ്ങനത്തെ ചാറ്റ് അവന് കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ തിരിക്കും. എന്റെ ബെസ്റ്റ്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും അബിൽ ബ്രോക്ക് റോബിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ആ മെസ്സേജ് വായിച്ചുതരാം. ബ്രോ, ഐ സ്റ്റാർട്ടഡ് മൈ ലവ്. ഐ ഹാഡ് ടു ടേക്ക് ബാക്ക് ടു സർവീസ് എഞ്ചിൻ റൂം ഫ്രം ലാസ്റ്റ് 6 or 7 months. I lost my hope. Since I started my treatment and the cost for me is very high. I need more support, but now I hope I can come back to see. I am very grateful to you, sir, and for your support and kindness. Thank you so much. ബെസ്റ്റ്. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും സൂചിപ്പിച്ച് മെസ്സേജ് അയക്കാൻ കാണിച്ച റോബിനെ മനസ്സുകളാരും കണ്ടുപോരുത്. അല്ല, സൂചിപ്പിച്ചല്ലേ പറ്റൂ. എന്നാലല്ല നാളെ ഇനിയും പണം വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ റോബിനെ? വല്ലാത്തൊരു മനുഷ്യൻ ഇഷ്ടം. എന്തായാലും അബിൽ ദേവിന് പറയാനുള്ള ബാക്കിയുടെ കേട്ടോ നോക്കാം. ഫോൺ നിങ്ങൾക്ക് വിട്ടുവരും എല്ലാവർക്കും. കോൺവെർസേഷൻ നോക്കാം. 1-ാം തീയതി രാവിലെ എന്താ മെസ്സേജ്? ഹണി ട്രാപ്പിൽ വരുത്തിയ വ്യക്തി ഹണി ട്രാപ്പിൽ വരുത്തിയ വ്യക്തി ഈ അവസാനം ഈ 6 ലക്ഷം എന്ന് പറയുന്ന അവസാനം മേടിച്ച 6 ലക്ഷം അത് ആദ്യം ഞാൻ തരാം. ഈ 1-ാം തീയതി എൻ്റെ അടുത്ത് ഒരുപാട് കോൾസ് ഞങ്ങൾ സംസാരിച്ചു. ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ തന്നെയാണ്, ലൊക്കേഷൻ നോക്കിയാൽ മതി. ആ സമയത്ത് പൊടിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പൊടിയുടെ എനിക്ക് സത്യം പറഞ്ഞാൽ പൊടീനെ ഇതിലേക്ക് വലിച്ചടിക്കണം ഒട്ടും താല്പര്യമില്ല. പൊടിയുടെ കോൺവെർസേഷൻ പൊടി പറഞ്ഞു, ചേട്ടൻ കൂടെ ഞാനുണ്ട്, ചേട്ടൻ പേടിക്കണ്ട, ഗോകുലൻ ചേട്ടൻ ഇന്ന് കാണാൻ പോകുന്നുണ്ട്, അദ്ദേഹം ചിലപ്പോൾ നിങ്ങളെ സഹായിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, അതാണ് ചുരുക്കി പറഞ്ഞാൽ റോബിന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ റോബിന് ചെയ്ത പരിപാടി എന്താണ്? ആരതി പൊടി വിട്ടുകൊണ്ട് സംസാരിപ്പിച്ചു അല്ലേ? ആക്ച്വലി ട്രാൻസാക്ഷനിലെ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ആരതി പൊടിയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ റോബിൻ ഈ പറയുന്ന അബിൽ ദേവിനെ പരിചയപ്പെടുന്നത് ആരതി പൊടി വഴിയാണ്. ആരതി പൊടി മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണല്ലോ. അബിൽ ദേവ് ആണെങ്കിൽ മോഡലിംഗിന് എന്തൊക്കെയോ കൊണാണ്ടറാണ്. ആ ഒരു പരിചയം അബിൽ ദേവും ആരതി പൊടിയും തമ്മിലുണ്ട്. അങ്ങനെ ആ പരിചയത്തിന് പുറത്താണ് ആരതി പൊടി റോബിനെ അബിൽ ദേവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ പരിചയത്തിന് പുറത്താണ് അബിൽ ദേവിൽ നിന്നും റോബിൻ ഇത്രയും പണം കടം വാങ്ങിച്ചു എന്നല്ല പലിശക്ക് എടുത്തത്. എന്നാലും ആരതിപ്പൊടിയുടെ പേര് വലിച്ചിട്ടതിന് പിന്നാലെ ആരതിപ്പൊടി എന്ത് ചെയ്തെന്ന് അറിയോ? ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റ് വായിച്ചുതരാം. വേദലക്ഷ്മി എന്റെ വീഡിയോന്റെ ഉള്ളടക്കം മനഃപൂർവ്വം ഉപയോഗിക്കുന്നു. റോബിനും അബിൽ ദേവും തമ്മിലുള്ള തർക്കത്തിൽ എനിക്ക് പങ്കില്ല. എന്നെയും ബ്രാൻഡിനെയും അപമാനിച്ചതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ആരതിപ്പൊടി. ബെസ്റ്റ്. ആരതിപ്പൊടിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം, നമുക്ക് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ ആരതിപ്പൊടി പറയുന്നത് എന്താണ്? ഞാൻ ഈ പിക്ചറിലേ ഇല്ല, എന്നെയും എന്റെ ബ്രാൻഡിനെയും ഇതിലേക്ക് വലിച്ചു ജയിക്കരുത് എന്നൊക്കെയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റോബിൻ ചെയ്തൊരു വീഡിയോ എനിക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇപ്പൊ കുറച്ച് ന്യൂസ് ചാനൽസ് കാണുന്ന സമയത്ത് അബിൽ ദേവ് കുറച്ച് അലിഗേഷൻസ് പറയുന്നതായിട്ട് ഞാൻ കണ്ടു, ഹണി ട്രാപ്പിനെ പറ്റിയൊക്കെ. സോ ആവശ്യമില്ലാതെ എന്റെ വൈഫിനെ അതിൽ ഡ്രാഗ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. ഞാനൊരു ചാറ്റ് കാണിക്കാം. സോ ഈ ഒരു ചാറ്റ് എന്ന് പറയുന്നത് ഞാനും അബിൽ ദേവും തമ്മിലുള്ള ചാറ്റാണ്. സോ എനിക്ക് വേണ്ടി ഫണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് അബിൽ ദേവ് ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ ബൊട്ടീക്കിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് പുള്ളിക്കാൻ അയച്ചു കൊടുക്കുന്നു. അത് പോരാ, എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണമെന്ന് പുള്ളിക്കാൻ ആവശ്യപ്പെടുന്നു. അത് പ്രകാരം എന്റെ വൈഫിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ അബിൽ ദേവിന് അയച്ചു കൊടുക്കുന്ന ചാറ്റാണ് ഈ കാണുന്നത്. അപ്പൊ അതിലേക്കാണ് പുള്ളിക്കാരൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. എന്റെ വൈഫ് അത് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? റോബിൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ? അതായത് ഈ റോബിനും അബിൽ ദേവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നത് ആര് വഴിയാണ്? ആരതിപ്പൊടിയുടെ അക്കൗണ്ട് വഴിയാണ്. എന്നിട്ടാണ് ആരതിപ്പൊടി വന്നിരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൽ യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ തട്ടി വിടുന്നത്. എന്തായാലും കൊള്ളാം ആരതിപ്പൊടി. ഭർത്താവിനെ കനന്തിരിവിനെല്ലാം കൂട്ടുന്നിട്ട് അവസാനം ഞാനൊന്നിനും ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കാണിച്ചാൽ മനസ്സുകൾ ആരും കാണേണ്ടി പോരുത്. കഴിഞ്ഞില്ലേ കേട്ടോ? ആരതിപ്പൊടി കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിന് കൊടുത്ത അടിക്കുറിപ്പ് എന്റെ മക്കളെ ഞാനൊന്ന് വായിച്ചുതരാം. ഇംഗ്ലീഷിലാണ് അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ മലയാളം ഇങ്ങനെയാണ്: അവൾ പഠിച്ചത് നിലം കുലുങ്ങുമ്പോഴും പതറാതെ പിടിച്ചു നിൽക്കാനാണ്. ഒരു ശക്തയായ സ്ത്രീ ദേവിയുടെ കൈകളിൽ അഭയം പ്രാപിക്കുന്നു. ദേവിയുടെ ശക്തി ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട്. എന്തൊരു പവർഫുൾ വേർഡ്സ് അല്ലേ? ഞാൻ എന്റെ ചുറ്റും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞാൻ ബോൾഡായി നിൽക്കുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തോന്ന് പറയാനാണ് ഇതിനൊക്കെ? ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞൊക്കെ തന്നെ എപ്പോഴും എനിക്ക് പറയാനുള്ളൂ. ഭർത്താവിന്റെ സകല തോന്നിയ വശത്തിന് കൂട്ടുന്നിട്ട് ഞാൻ ഭയങ്കര ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ, സമ്മതിച്ചെന്ന് കേട്ടോ. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ലേ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം എനിക്കെതിരെ ആരതിപ്പൊടി കേസ് കൊടുക്കാൻ. എന്തായാലും കൊള്ളാം. ഇവിടെ അബിൽ ദേവിനെയും വേദലക്ഷ്മിയെയും സംബന്ധിച്ചിടത്തോളം പണം വട്ടിപ്പലിശയ്ക്ക് വേണ്ടി കുറച്ച് പൈസ റോബിന് കൊടുത്തു. റോബിനാണെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നും പണം പലിശയ്ക്ക് വാങ്ങിച്ചിട്ട് നൈസായിട്ട് ഇവരെ പറ്റിക്കുകയും ചെയ്തു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണെന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.